രണ്ട് പെണ്ണുങ്ങളോട് ചോപ്പറ അരമണിക്കൂർ കയറ്റുണ്ട്. എൻ്റെ പൊന്നോ, ഏകദേശം 5 മിനിറ്റ് പോലും ആയിട്ടില്ല കയറാനായിട്ട്. നമ്മളെങ്ങോട്ട് അരമണിക്കൂർ മുമ്പ് കയറി പോയ 2 ടീമിനെ കാണിച്ചാടാ. അതിന് അരമണിക്കൂറുണ്ടത്. ആശിക്കൊക്കെ ഞാനൊക്കെ തീർന്നു. വെള്ളമില്ലാണ്ട് വന്നാലേ തീർന്നാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ വന്നാലും ഒരു 20 മിനിറ്റത്തെ നടപ്പുണ്ട്. സത്യം പറയാല കയറ്റം ഒരു രക്ഷയില്ല. ഇനി മേളിൽ ചെന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ കൂടെ വന്നമാരൊക്കെ അവരൊന്ന് കാണാതാ അവനുണ്ട്. ആ വെള്ളം കാണണ്ട കാണാം. അവന്മാരാ കുറച്ച് നേരം ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു, ഫ്രണ്ടിൽ ചായക്കട എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നണ്ട. ആൾക്കാരെ വരവ് പറഞ്ഞാൽ എനിക്കൊന്നാണ് സംഭവം പൂട്ടിക്കിടക്കാന്ന് വെച്ച്. ഇങ്ങനെയുള്ള വഴിയൊക്കെ കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമുക്ക് നാളെ സ്ട്രെയിറ്റ്, അതായത് നിരപ്പായ പാതയാണ് കംപ്ലീറ്റ്. നമുക്ക് കല്ലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, സുഖമായിട്ട് നടന്ന് കയറാം, വലിയ സ്ട്രെയിൻ ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഇപ്പം കയറി വന്നില്ലേ, അത് ഭയങ്കര കുത്തനെ കംപ്ലീറ്റ് പാറക്കല്ലും മറ്റേ ഇടങ്ങേറ് ഒരു നിരപ്പില്ലാത്ത രീതിയിൽ നടക്കണം. അപ്പോൾ ഇത്തിരി ഇത്തിരി റിസ്ക്കാണ് സത്യം. ഏയ്യാസേ, ഞങ്ങൾ വിളിച്ചോണ്ട് വന്നിട്ട് നീ ഇവിടെ റെസ്റ്റ് എടുക്കണോ? അപ്പം എന്നാ വെള്ളം കുടിച്ചിട്ട് പുല്ല് നിറഞ്ഞ് കാട് പിടിച്ച് കിടക്കണേ. കോട ഏകദേശം സ്റ്റാർട്ടിങ് ആണ്. ഇപ്പം നമ്മുടെ ചുറ്റും മൊത്തം കോടെ ഇവിടെ അത്യാവശ്യം. പക്ഷെ വലിയ തണുപ്പൊന്നുമില്ല. ഇനി ഈ ജാക്കറ്റിൽ നടന്നാണെന്ന് ചെല്ലുന്തോറും ദൂരം കൂടിക്കൊണ്ടിരിക്കണേ. ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കണം. ഇവിടെ എത്തുന്തോറും നമ്മുടെ പുല്ലിപ്പം നമ്മുടെ ഹൈറ്റിൽ ആയിക്കൊണ്ടിരിക്കണം. ക്ലൗഡ് ബെഡ് മാത്രം. പക്ഷെ കയറി വന്ന് ഇത്ര കഷ്ടപ്പെട്ട് കയറി വന്നാലേ ഈ കോട കാര്യം സെറ്റാവും. ഫുൾ കോടയാണ് കാണും മൊത്തം. ഒരു രക്ഷയില്ലാട്ടാ. നിങ്ങക്ക് കാണാൻ പറ്റണ്ടെന്ന് അറിയാമല്ലോ. പക്ഷെ നല്ല രസമുണ്ട് കാണാനുണ്ട്. കോട അതിൻ്റെ ഇടയിലൂടെ കിടിലൻ വ്യൂ ആണ്. മറ്റേ ഫോണിലൂടെ ശരിക്കും കാണാനൊന്നും പറ്റില്ല, പക്ഷെ കോടയിലൂടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സംഭവം. നമ്മളിന്ന് വന്നിരിക്കണ കാറ്റാടിക്കളവിലാണ്ടോ.